നമസ്കാരം. ആഗി സ്കൂൾ ഓഫ് യോഗയുടെ യോഗ പഠന ക്ലാസിന്റെ പുതിയ തലത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇനി നിന്നുകൊണ്ടുള്ള വ്യായാമങ്ങളിൽ അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ജോഗിങ് എക്സർസൈസ് എന്നുള്ളൊരു വ്യായാമം ചെയ്യും. സാധാരണ നമ്മൾ ജോഗിങ്ങിന് പുറത്തേക്ക് നടന്നു പോകാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ജിംനേഷ്യങ്ങളിലൊക്കെ പോയി ട്രെഡ്മില്ലുകൾ ചെയ്യാറുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ ചെയ്യാം. അപ്പം നടക്കുമ്പോൾ നമുക്ക് വളരെയധികം ദൂരം കിലോമീറ്ററുകൾ നടക്കേണ്ടതായിട്ടൊക്കെ വരുന്നു. പക്ഷെ മഴയുള്ള ദിവസങ്ങളിലോ മഞ്ഞിന്റെ കാഠിന്യമുള്ള ദിവസങ്ങളിലോ ഒക്കെ നമുക്ക് ഈ വ്യായാമം ചെയ്യുവാൻ ചിലപ്പോൾ അസൗകര്യം നേരിട്ടേക്കാം. അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങളിൽ യോഗയിലെ ഈ ഒരു ജോഗിങ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. കാരണം ഇത് റൂമിന്റെ ഉള്ളിൽ തന്നെ ഒരു 6 അടി സ്പേസ്, നീളത്തിൽ 6 അടി സ്പേസ്, വീതി ഒരു 1-2 അടി സ്പേസിൽ നമുക്കിത് ചെയ്യാൻ കഴിയും. റൂമിന്റെ ഉള്ളിൽ തന്നെ അതേ ഗുണഫലം ലഭിക്കുന്ന രീതിയിൽ ജോഗിങ് എക്സർസൈസ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന അതേ ഗുണം തന്നെ ലഭിക്കുന്ന രീതിയിൽ നമുക്ക് റൂമിന്റെ ഉള്ളിൽ ഈ വ്യായാമം ചെയ്യാം. ഇത് 1-2 സ്റ്റെപ്പുകളായിട്ടാണ് ചെയ്യുന്നത്. കൂടുതൽ സ്റ്റെപ്പുകളോട് കൂടിയാണ് ജോഗിങ് വ്യായാമം നമ്മൾ യോഗ പരിശീലനത്തിൽ ചെയ്യേണ്ടത്. ഇതും ഒരു വാമപ്പിന്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. ജോഗിങ് എക്സർസൈസിൽ ആദ്യമായിട്ട് ചെയ്യുന്നത് നമ്മളുടെ ഇരു കൈകളും, അതായത് വിരിച്ച് പിടിച്ചിരിക്കുന്ന, വിടർത്തി പിടിച്ചിരിക്കുന്ന ഇരു കൈകളും നമ്മളിങ്ങനെ ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരും. ആ സമയത്ത് മുഷ്ടികൾ ചുരുട്ടിക്കൊണ്ടാണ് താഴെ നിന്ന് കൈകൾ ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തി നെഞ്ചോട് ചേർക്കുന്നു. കൈകൾ താഴ്ത്തുമ്പോൾ കൈകൾ വീണ്ടും വിടർന്നു വരുന്നു. ശ്വാസം എടുത്തുകൊണ്ട് മുഷ്ടി ചുരുട്ടി നെഞ്ചോട് ചേർക്കുക, ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ വിടർത്തി കൈകൾ താഴ്ത്തി കൊടുക്കുക. ഇങ്ങനെയാണ് ജോഗിങ് വ്യായാമത്തിന്റെ ആദ്യ പടി ചെയ്യേണ്ടത്. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ കാലിലും ചെറിയ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. കൈകൾ ഇങ്ങനെ ശ്വാസം എടുത്ത് ഉയർത്തുമ്പോൾ നമ്മുടെ ഓരോ കാലുകളായിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഉയർത്തി കൊടുക്കുക. അതായത് ഉപ്പൂറ്റി ഉയർത്തുകയും തള്ളവിരൽ നിലത്ത് സ്പർശിച്ചുകൊണ്ട് ഇങ്ങനെ ഉപ്പൂറ്റി ജസ്റ്റ് ഒന്ന് ഉയർത്തി കൊടുത്താൽ മതി. അത് ഓരോ കാലും മാറി മാറിയാണ് നമ്മളിങ്ങനെ ഉയർത്തി കൊടുക്കേണ്ടത്. ആദ്യത്തെ കൈകൾ മുകളിലേക്ക് ഉയർത്തുമ്പോൾ ഒരു കാല് ഉയർത്തുക, താഴ്ത്തുക. വീണ്ടും അടുത്ത കൈ ഉയർത്തുമ്പോൾ അടുത്ത കാലുകൾ ഇങ്ങനെ മാറി മാറി ഉയർത്തിക്കൊണ്ട് ഇതും 20 തവണയാണ് ഈ ഒരു ജോഗിങ് വ്യായാമം ചെയ്യേണ്ടത്. കൈകൾ ശ്വാസം എടുത്ത് ഉയർത്തുന്നു, ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തുന്നു. അങ്ങനെയാണ് ശ്വാസത്തെ ഇതുമായി കണക്ട് ചെയ്യുന്നത്. ജോഗിങ് വ്യായാമത്തിന്റെ രണ്ടാമത്തെ ഭാഗം, ഇവിടെ നമ്മൾ കൈകളുടെ രീതികൾക്ക് മാത്രമേ ചെറിയൊരു വ്യത്യാസമുള്ളൂ. കാലുകൾ പഴയപടി തന്നെ ഓരോ കാലുകളായി ഉയർത്തുക, താഴ്ത്തുക ചെയ്തുകൊണ്ടിരിക്കുക. കൈകൾ നമ്മൾ നെഞ്ചോട് ചേർത്ത് മുൻപ് ഉയർത്തിയതിന് പകരമായിട്ട് ഇത്തവണ ഇവിടെ ചെയ്യേണ്ടത് കൈകൾ ഇങ്ങനെ മുഷ്ടി ചുരുട്ടി നെഞ്ച് വിരിക്കുന്ന രീതിയിലൊന്ന് കൈകൾ ഉയർത്തുക, കൈകൾ താഴ്ത്തുക. ശ്വാസം എടുത്തുകൊണ്ട് നെഞ്ചൊന്ന് വിരിക്കുന്നു, ഒരു കാല് ഉയർത്തി കൊടുക്കുക, ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ താഴ്ത്തുന്നു. വീണ്ടും അടുത്ത കാല് ഉയർത്തിക്കൊണ്ടാണ് നെഞ്ച് വിരിക്കുന്നത്. ശ്വാസം എടുത്തുകൊണ്ട് നെഞ്ച് വിരിക്കുന്നു, ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ താഴ്ത്തുന്നു. ഈ രീതിയിൽ ഇതും നമുക്ക് 20 തവണ ചെയ്യാവുന്നതാണ്. ജോഗിങ് വ്യായാമങ്ങളെല്ലാം തന്നെ 1 by 1 ആയിട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഇടയ്ക്ക് നമ്മൾ റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം സിമ്പിൾ ടെക്നിക്കുകളാണ്. അതുകൊണ്ട് ഒന്ന് ചെയ്തിട്ട് ഉടൻ തന്നെ അടുത്തതിലേക്ക് കിടക്കാം. അങ്ങനെ 4-5 ടൈപ്പ് ഇങ്ങനെ പുറകെ ചെയ്യുന്നതുണ്ട്. എല്ലാം തന്നെ നമുക്ക് 1 by 1 ആയിട്ട് ചെയ്യാം. ഇടയ്ക്ക് റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമേ വരുന്നില്ല. അതുപോലെ നമ്മൾക്ക് അവശത തോന്നുന്നെങ്കിൽ മാത്രമാണ് നമ്മൾ ഇടയ്ക്ക് റെസ്റ്റ് എടുക്കുക. ജോഗിങ് വ്യായാമത്തിൽ മൂന്നാമതായി ചെയ്യേണ്ടത് നമ്മുടെ കൈകാലുകൾ നമ്മൾ ഓടുന്ന രീതി. ഏതാണ്ട് നമ്മളിങ്ങനെ ഓടുമ്പോൾ കൈകാലുകൾ എടുക്കുന്ന പ്രത്യേക രീതിയുണ്ട്. കാലൊന്ന് ഉയർത്തും, അതോടൊപ്പം തന്നെ കൈയും മാറി മാറി ഉയർത്താറ്. പ്രത്യേകിച്ച് ഓപ്പോസിറ്റ് സൈഡിലുള്ള കാലിനൊപ്പമായിരിക്കും കൈകൾ ഇങ്ങനെ ഉയർത്തി കൊടുക്കാറ്. ആ ഒരു രീതിയിൽ നമ്മളിങ്ങനെ കൈകാലുകൾ ഉയർത്തിക്കൊണ്ടിങ്ങനെ ഓടുന്ന രീതിയിൽ കൈകാലുകൾ ഇങ്ങനെ ഉളക്കിക്കൊണ്ടിരിക്കുക. അത് നന്നായിട്ട് കൈകാലുകൾ ഇളക്കാൻ കഴിയുന്ന വ്യക്തികൾ, പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്കാണെങ്കിൽ നന്നായിട്ട് ഓടാൻ കഴിയും. അവർ നന്നായിട്ട് ഓടാൻ ശ്രമിക്കുകയും പ്രായാധിക്യമുള്ളവർ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാല് ഉയർത്തുകയും താഴ്ത്തുകയും തളവിൽ കുത്തിയൊന്ന് പൊക്കുക, താഴ്ത്തുക, സ്ലോലി ചെയ്താൽ മതി. അല്ലാത്തവർക്ക് നല്ലപോലെ ഇങ്ങനെ നന്നായിട്ടൊന്ന് ഓടുവാൻ കഴിയും. അപ്പൊ ആ രീതിയിൽ 2 കാലും ഓരോ തവണ ഉയർത്തി താഴ്ത്തുന്നതിന് 1 എന്ന രീതിയിൽ എണ്ണിക്കൊണ്ട് 20 തവണയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒന്ന് വെക്കുന്നു, അതിനെ 1, അതുപോലെ അടുത്തത് 2, അങ്ങനെ 20 പ്രാവശ്യം ഇതും ചെയ്യേണ്ടതാണ്. ഈ ഒരു റണ്ണിങ് എക്സർസൈസ് ഇതിന്റെ ഒപ്പം തന്നെ ജോഗിങ്ങിന്റെ എക്സർസൈസിന്റെ കൂടെ വരുന്നതാണ്. ഇതും അതിനൊപ്പം തന്നെ ചെയ്യുവാൻ ശ്രദ്ധിക്കും. ജോഗിങ് വ്യായാമത്തിൽ അടുത്തതായി നമ്മൾ ചെയ്യുന്നത് ഹിപ്പിനെ നന്നായിട്ട് സൈഡിലേക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അരക്കെട്ടിങ്ങനെ നന്നായിട്ട് നമ്മൾ ഓരോ വശങ്ങളിലേക്കും ടേൺ ചെയ്യും. അത് പ്രായാധിക്യമുള്ളവരാണെങ്കിൽ ജസ്റ്റ് നിൽക്കുന്ന ഇടത്ത് തന്നെ നിന്നുകൊണ്ട് കാല് കുറച്ച് അകറ്റി വെച്ചിട്ട് നിൽക്കുക. അതിനുശേഷം അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ടേൺ ചെയ്താൽ മാത്രം മതിയായിരിക്കും. അല്ലാതെ നന്നായിട്ട് ചെയ്യാൻ കഴിയുന്ന ചെറുപ്പത്തിലുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ അരക്കെട്ടിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാലുകളൊക്കെ നിലത്ത് ഇളക്കി തന്നെ ഇരുവശത്തേക്കും ഇങ്ങനെ ചെയ്യാൻ കഴിയും. അപ്പം നന്നായിട്ടൊന്ന് തുള്ളുന്ന രീതിയിൽ നന്നായിട്ട് ഇങ്ങനെ ചെയ്തു കൊടുക്കുക. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അരക്കെട്ട് ഒരു തവണ ഒരു സൈഡിലേക്കും അടുത്ത സൈഡിലേക്കും ഇങ്ങനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുക. അതിനെ നമ്മൾ 1 എന്നുള്ള രീതിയിൽ എണ്ണിക്കൊണ്ട് 20 തവണയാണ് ചെയ്യേണ്ടത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ 1
2, 3 ആ രീതിയിൽ 20 എണ്ണമാണ് ചെയ്യുന്നത്. ഇത് നന്നായിട്ട് അരക്കെട്ട് ഇളക്കാൻ കഴിയാവുന്നത് അങ്ങനെയും അല്ലാത്ത രീതിയിലുമാണ് ചെയ്യുന്നത്. ജോഗിംഗ് വ്യായാമത്തിൽ അടുത്തതായി നമ്മുടെ കാലിന്റെ ഉപ്പൂറ്റി പിന്നിലേക്ക് ഉയർത്തിക്കൊണ്ട് നമ്മുടെ ബട്ടക്സിൽ ഈ ഉപ്പൂറ്റി വന്ന് മുട്ടുന്ന രീതിയിൽ കാലുകൾ ഇങ്ങനെ ഉയർത്തി കൊടുക്കുക. അടുത്ത കാലിനെ ഉയർത്തുക. ഇങ്ങനെ ഓരോ കാലും മാറി മാറി ഉയർത്തിക്കൊണ്ട് ശരിക്കും ഓടുക തന്നെയാണ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ കാലുകൾ ഉയർത്തിക്കൊണ്ട് ഇങ്ങനെ ഓടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു 2 കാലം ഒരു തവണ വരുമ്പോൾ 1 എന്ന രീതിയിൽ ഇങ്ങനെ 1, 2 അങ്ങനെ 20 തവണയാണ് ചെയ്യുന്നത്. ഇത് നന്നായിട്ട് ചെയ്യാൻ കഴിയുന്ന ആളുകൾക്ക് ഇതുപോലെ തന്നെ ഓടാം. അല്ലാതെ പ്രായാധിക്യമുള്ളത് ജസ്റ്റ് ഇങ്ങനെ കാലിനെ ഒന്ന് പിന്നിലേക്ക് ഉയർത്തുക, താഴ്ത്തുക, അടുത്ത കാലം ഉയർത്തുക, താഴ്ത്തുക, അത്രയും മാത്രം ചെയ്താൽ മതിയായിരിക്കും. നന്നായിട്ട് ചെയ്യാൻ കഴിയാവുന്ന ആളുകൾ നന്നായിട്ട് ഓടുക തന്നെ ചെയ്യുക. ഇതും 20 തവണയാണ്. 2 കാലം ഒരു തവണ ഉയർത്തുന്നതിനെ 1 എന്നുള്ള രീതിയിൽ എണ്ണിക്കൊണ്ട് 20 പ്രാവശ്യമാണ് ഈ വ്യായാമം ചെയ്യുന്നത്. ജോഗിംഗ് വ്യായാമത്തിന്റെ അടുത്ത പടി എന്നുള്ളത് നമ്മൾ പിന്നിലേക്ക് ഉയർത്തിയതിന് വരെ ഇനി മുന്നിലേക്ക് ഇങ്ങനെ കാൽമുട്ടിനെ മുകളിലേക്ക് ഇങ്ങനെ ഉയർത്തുക. നമ്മുടെ നെഞ്ചിലേക്ക് മുട്ട് വരുന്ന രീതിയിൽ കാലുകൾ ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് ഓടുകയാണ് ചെയ്യുന്നത്. ഇതും പ്രായാധിക്യമുള്ളവരോ കാലിന് പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളോ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഉയർത്തുക, താഴ്ത്തുക, ഓരോ കാലുകൾ മാറി മാറി ഉയർത്തുക, താഴ്ത്തുക. അല്ലാതെ നന്നായിട്ട് ഓടാൻ കഴിയാവുന്ന ആളുകൾ കാലിങ്ങനെ മുന്നിലേക്ക് ഉയർത്തി ഓടുക തന്നെ ചെയ്യുക. ഇങ്ങനെ ആ രീതിയിൽ ചെയ്യാം. ഇവിടെയും നമ്മുടെ ഓരോ കാലും ഒരു തവണ ഇങ്ങനെ 1, 2 ആ രീതിയിൽ എണ്ണുന്ന ആ ഒരു ക്രമത്തിൽ 2 കാലിനെ ഒരു തവണ എടുക്കുമ്പോൾ 1 എന്നുള്ള രീതിയിൽ എണ്ണിക്കൊണ്ട് 20 പ്രാവശ്യമാണ് ഇതും ചെയ്യേണ്ടത്. ഇതും ജോഗിംഗ് വ്യായാമത്തിന്റെ ഒരു പടിയാണ്. ഇതെല്ലാം തന്നെ അടുത്തടുത്ത് വളരെ വേഗത്തിൽ നമുക്ക് ചെയ്യാം. ഇടയ്ക്ക് റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ഇത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ജോഗിംഗ് എക്സർസൈസ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ശ്വാസോച്ഛ്വാസത്തിന്റെ ഒരു പ്രത്യേക രീതിയിൽ ശ്വാസത്തെ പുറത്തേക്ക് വിട്ടുകൊണ്ടാണ് ഇത് അവസാനിപ്പിക്കേണ്ടത്. അത് ചെയ്യുന്നത് കൊണ്ടുള്ള പ്രയോജന ഫലം നമ്മുടെ ഉള്ളിൽ അനാവശ്യമായി കെട്ടിക്കിടക്കുന്ന വായുവിനെ, മോശപ്പെട്ട വായുവിനെ നമ്മൾ പുറത്തേക്ക് ശക്തിയായിട്ട് തള്ളുന്നു. അതായത് കാർബൺ ഡൈ ഓക്സൈഡിനെയൊക്കെ പുറത്തേക്ക് ശക്തിയായിട്ട് തള്ളിക്കൊണ്ട് നമ്മുടെ വയറിലെ ഗ്യാസ് ട്രബിൾ പോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റിയ ഒരു വ്യായാമം കൂടിയാണ്. നമ്മുടെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന അനാവശ്യമായി പുറന്തള്ളാം. ഇതിനുവേണ്ടി ചെയ്യുന്നത് ജോഗിങ്ങിന്റെ അവസാനപ്പടി, അതായത് കാലുകൾ ഇങ്ങനെ മുന്നിലേക്ക് ഉയർത്തുന്ന ഓടുന്ന ഭാഗം വരെ ചെയ്തതിന് ശേഷം അതിന് തൊട്ടു പിന്നാലെ ഇടയ്ക്ക് നമ്മൾ നിൽക്കുകയില്ല, ഇങ്ങനെ കാലുയർത്തി 20 തവണ ഓടിയതിന് ശേഷം വീണ്ടും നമ്മൾ ചെയ്യേണ്ടത് കാലുകൾ ഇങ്ങനെ കുറച്ച് അടക്കി വെക്കുക. എന്നിട്ട് കൈകൾ ഇങ്ങനെ കാൽമുട്ടിലേക്ക് വെച്ചുകൊണ്ട് മുന്നിലേക്ക് ഇങ്ങനെ അല്പം അമർന്നു നിന്നുകൊണ്ട് ശ്വാസം മൂക്കിലൂടെ എടുക്കുന്നു, വായിലൂടെ ശക്തിയായിട്ട് ഊതുന്ന രീതിയിൽ തള്ളിവിടുക. അങ്ങനെ 3-4-5 തവണ വീതം ഇങ്ങനെ ശ്വാസം എടുക്കുന്നു, പുറത്തേക്ക് തള്ളുക. ഇങ്ങനെ 4-5 തവണ പുറത്തേക്ക് ശക്തിയായിട്ട് കാറ്റ് ഊതിക്കൊണ്ട്, നമ്മുടെ മുന്നിലൊരു സംഗതി നൂലോ മറ്റോ കിടന്നാൽ ഊതി പറപ്പിക്കുന്ന രീതി, അത്രയും ശക്തിയോടുകൂടി പുറത്തേക്ക് ശ്വാസം തള്ളിക്കൊണ്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശരീരം സ്വസ്ഥമാക്കിയിട്ട് നമുക്കൊന്ന് ദീർഘശ്വാസോച്ഛ്വാസം ചെയ്ത് റിലാക്സ് ചെയ്യാവുന്നതാണ്. യോഗ പഠനത്തിലെ അടുത്ത വീഡിയോ അല്ലെങ്കിൽ അടുത്ത വ്യായാമം നമ്മൾ തുടർന്നുള്ള വീഡിയോകളിലുണ്ടാവും. അങ്ങനെ ഓരോ വീഡിയോസും കൃത്യമായിട്ട് നിങ്ങൾ കാണുവാൻ ശ്രദ്ധിക്കുക. എല്ലാ ദിവസവും വരുന്നുണ്ടാവും. വൈകുന്നേരം 6 മണിക്കാണ് വീഡിയോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ശ്രദ്ധിക്കുക. ബെല്ലൈക്കൺ അമർത്തുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.